റീവാലുവേഷൻ അക്കൗണ്ട് നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കാണാവുന്ന ഒരു അക്കൗണ്ടാണ് റീവാലുവേഷൻ അക്കൗണ്ട്. ഈ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാത്ത ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾക്ക് കിട്ടുന്നതല്ല അല്ലേ. അപ്പോൾ എന്താണ് റീവാലുവേഷൻ അക്കൗണ്ട്, അതിന്റെ കൺസെപ്റ്റ് എന്താണ്, അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു പാർട്ട്ണർഷിപ്പിൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ പുനഃസംഘടന നടക്കുമ്പോൾ എപ്പോഴൊക്കെ പുനഃസംഘടന നടക്കുക, ഒരു പാർട്ണർ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അഥവാ പുതിയൊരു പാർട്ണർ ബിസിനസ്സിലേക്ക് വരുമ്പോൾ, ഒരു പാർട്ണർ റിട്ടയർ ചെയ്ത് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാർട്ണർ മരിച്ചു പോവുകയാണെങ്കിൽ, ഡെത്ത് ഓഫ് എ പാർട്ണർ, അല്ലെങ്കിൽ ഇന്റേണലി റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അഥവാ ഈ പാർട്ട്നേഴ്സിന്റെ അവരുടെ പ്രോഫിറ്റ് ഷെയറും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ആക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് എന്ന് വിചാരിക്കാം. ഇത്തരം സിറ്റുവേഷൻസുകളൊക്കെ നമ്മുടെ ബാലൻസ് ഷീറ്റിലെ അസറ്റും ലയബിലിറ്റീസും ആക്ച്വൽ വാല്യൂസിലായിരിക്കില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ വാല്യൂ എന്താണോ അതായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുക. സബ്സീക്വന്റ്ലി അതിന്റെ വാല്യൂ അഥവാ പിന്നീടുള്ള കാലത്ത് ഈ അസറ്റിന്റെ വാല്യൂ കൂടുകയോ കുറയുകയോ ചെയ്താൽ അത് നമ്മൾ ബിസിനസ്സിൽ എന്ത് ചെയ്യില്ല, ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നതായിരിക്കില്ല. അപ്പം ഇപ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റിലെ അസറ്റിന്റെ വാല്യൂ അല്ലെങ്കിൽ ലയബിലിറ്റീസിന്റെ വാല്യൂ ഇത് കറക്റ്റ് അല്ല, അക്യുറേറ്റ് ആയിരിക്കില്ല. അത് നമ്മൾ റീവാല്യൂ ചെയ്യുന്നത്, അക്കൗണ്ട് ചെയ്യുന്ന അക്കൗണ്ടിന് പറയുന്ന പേരാണ് റീവാലുവേഷൻ അക്കൗണ്ട്. ഫോർ എക്സാമ്പിൾ, അസറ്റിന്റെ നമ്മൾ വാല്യൂ നോക്കുമ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റിലെ വാല്യൂവിനേക്കാൾ കൂടുകയോ കുറയുകയോ ചെയ്തിട്ടുണ്ടാകാം. ലയബിലിറ്റീസിന്റെ വാല്യൂ ചിലപ്പോൾ കൂടുകയോ കുറയുകയോ ചെയ്തിട്ടുണ്ടാകാം. നമ്മൾ ഇതുവരെ റെക്കോർഡ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു അസറ്റോ ലയബിലിറ്റിയോ ചിലപ്പോൾ നമുക്ക് ഉണ്ടാകാം. പക്ഷേ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയതായിരിക്കാം, മിസ്റ്റേക്സ് ആയിരിക്കാം. സോ അത്തരത്തിലുള്ള ഈ അസറ്റും ലയബിലിറ്റീസിനെയൊക്കെ അതിന്റെ ആക്ച്വൽ വാല്യൂസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന അക്കൗണ്ടിന് പറയുന്നതാണ് റീവാലുവേഷൻ അക്കൗണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോക്കിന്റെ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് 30 ലക്ഷം. നമ്മുടെ ബുക്സിൽ ബാലൻസ് ഷീറ്റിൽ സ്റ്റോക്കിന്റെ വാല്യൂ 30 ലക്ഷം. നമ്മളിപ്പോൾ അതൊന്ന് റീവാല്യൂ ചെയ്ത് നോക്കി. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ കുറേ സ്റ്റോക്ക് വാങ്ങി വെച്ചതാണ് കേട്ടോ. അത് കുറേ സെല്ലായി പോയി, സെല്ലാവാതെ ബോധം കിടക്കുന്ന സ്റ്റോക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മളൊന്ന് റീവാല്യൂ ചെയ്തപ്പോൾ ഡെഡ് സ്റ്റോക്ക് ആയിട്ട് കുറേ ഉണ്ട്. അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ ആക്ച്വലി 30 ലക്ഷം ഇല്ല, 25 ലക്ഷം രൂപയുടെ സ്റ്റോക്കേ ഉള്ളൂ. കുറേ നശിച്ചു പോയതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറേ സ്റ്റോക്ക് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ വാല്യൂ ചെയ്തപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ആക്ച്വലി എത്ര ഉണ്ടാവുള്ളൂ, 25 ലക്ഷം കാണിച്ചാൽ മതി. 30 ലക്ഷം കാണിക്കാൻ പറ്റുമോ? ഇല്ല, കാരണം 5 ലക്ഷത്തിന് സ്റ്റോക്ക് അവിടെ ഇല്ല. അങ്ങനെയാകുമ്പോൾ നമ്മളിത് റീവാല്യൂ ചെയ്യേണ്ടേ. യെസ്, അസറ്റിന്റെ വാല്യൂ, സ്റ്റോക്ക് എന്ന് പറയുന്ന അസറ്റിന്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ട്. ഇത് കാണിക്കൽ എങ്ങനെയാണ്? റീവാലുവേഷൻ അക്കൗണ്ട് റെക്കോർഡ് ചെയ്യും. ഈ റീവാലുവേഷൻ അക്കൗണ്ട് രണ്ട് സൈഡിന്റെ, ഒന്ന് ഡെബിറ്റ് സൈഡ്, രണ്ട് ക്രെഡിറ്റ് സൈഡ്. അസറ്റിന്റെ വാല്യൂ കൂടുമ്പോൾ ഈ 30 ലക്ഷത്തിന് സ്റ്റോക്കിന് ഇപ്പം വാല്യൂ 35 ലക്ഷം വിചാരിക്കാം. അപ്പോൾ നമുക്ക് വാല്യൂ കൂടുകയല്ലേ ചെയ്യാം. ചിലപ്പം വാല്യൂ കുറയും അല്ലേ. വാല്യൂ കൂടുകയാണെങ്കിൽ അസറ്റിന്റെ വാല്യൂ കൂടുമ്പോൾ അത് നമ്മുടെ ലാഭമാണ്, ഇറ്റ് ഈസ് എ ഗെയിൻ. അസറ്റിന്റെ വാല്യൂ കുറയുമ്പോൾ ഇറ്റ് ഈസ് എ ലോസ്. അപ്പോൾ ലയബിലിറ്റിയുടെ വാല്യൂ കൂടുമ്പോൾ എന്തായിരിക്കും? അത് ലോസ് അല്ലേ. നമുക്കൊരു കുറച്ച് കടങ്ങൾ കൊടുക്കാനുണ്ട്, പക്ഷെ നമ്മൾ റെക്കോർഡ് ചെയ്യാതെ പുതിയൊരു കടം കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കടത്തിന്റെ വാല്യൂ കൂടുമ്പോൾ നമുക്ക് നഷ്ടമാണ്. ഇനി നമ്മുടെ ഒരു കസ്റ്റമർ, കസ്റ്റമർ അല്ല, ഒരു സപ്ലയർ, അയാൾക്ക് നമ്മൾ പൈസ കൊടുക്കാണ്ട്. പക്ഷെ നമ്മൾ നോക്കുന്ന സമയത്ത് അയാൾ പറഞ്ഞു നിങ്ങൾ ഇത്ര തരണ്ട, കുറച്ച് തന്നാൽ മതി. അഥവാ നമ്മുടെ ലയബിലിറ്റി കുറയും, അതും നമുക്ക് ലാഭമല്ലേ. അപ്പോൾ അസറ്റ് കൂടുമ്പോൾ ലാഭമാണ്, ലയബിലിറ്റി കുറയുമ്പോൾ ലാഭമാണ്. അസറ്റ് കുറയുമ്പോൾ നഷ്ടമാണ്, ലയബിലിറ്റി കൂടുമ്പോൾ നഷ്ടമാണ്. സോ നഷ്ടങ്ങളൊക്കെ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുക, ലാഭങ്ങളൊക്കെ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുക. 30 ലക്ഷം രൂപ വിലയുള്ള ഒരു അസറ്റ് അഥവാ സ്റ്റോക്കിന്റെ വാല്യൂ 25 ലക്ഷമായാൽ അത് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് സൈഡിൽ ടു സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് 5 ലക്ഷം കാണിക്കുക. എത്രയാണോ വ്യത്യാസം, ലാഭമായാലും നഷ്ടമായാലും, അത് എത്രയാണോ ഡിഫറൻസ് വന്നിട്ടുള്ളത് ആ ഡിഫറൻസ് മാത്രം കാണിച്ചാൽ മതി. അല്ലെങ്കിൽ 30 ലക്ഷം അല്ലെങ്കിൽ 25 ലക്ഷം എന്ന് കാണിക്കേണ്ട ആവശ്യമില്ല. ആ ഡിഫറൻസ് 30 നിന്ന് 25, 5 കുറഞ്ഞു. സോ നഷ്ടമായ 5 ലക്ഷം മാത്രം കാണിച്ചാൽ മതി. നമ്മുടെ ഒരു അസറ്റ് ഉണ്ട്, ഈ അസറ്റിന്റെ വാല്യൂ 10 ലക്ഷം കൂടി. സോ എത്രയാണോ ഇൻക്രീസ് വന്നുള്ളത് അത് ബൈ ക്രെഡിറ്റ് സൈഡിൽ, ലാഭം വരുമ്പോൾ ക്രെഡിറ്റ് സൈഡിലല്ലേ. ഇനി ഒരു ലയബിലിറ്റി ഉണ്ടായിരുന്നു, ഒരാൾക്ക് നമ്മൾ 5000 കൊടുക്കാനുണ്ടായിരുന്നു, പുള്ളിക്കാരെ പറഞ്ഞു നീ ആ പൈസ ഇനി തരണ്ട. സോ നമുക്ക് ലാഭമല്ലേ. സോ അത് ഇവിടെ റെക്കോർഡ് ചെയ്യണം. ക്രെഡിറ്റ് സൈഡിൽ എന്ത് ചെയ്യണം? ബൈ ക്രെഡിറ്റർ, ആ പാർട്ടി ഉണ്ടല്ലോ, ക്രെഡിറ്റർ പൈസ കൊടുക്കാനുള്ള ആളല്ലേ. സോ ബൈ ക്രെഡിറ്റർ 5000 എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യാം. സോ ഇത് രണ്ട് സൈഡും ടോട്ടൽ ചെയ്ത് നമ്മൾ ബാലൻസ് ചെയ്യും. ചിലപ്പോൾ ഡെബിറ്റ് സൈഡ് കൂടും, ചിലപ്പോൾ ക്രെഡിറ്റ് സൈഡ് കൂടും. ഡെബിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ അത് ലോസ് ആയിരിക്കും, ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ അത് പ്രോഫിറ്റ് ആയിരിക്കും അല്ലേ. സോ ആ ഒരു പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മൾ ആർക്ക് കൊടുക്കണം? നമ്മുടെ ഓൾ പാർട്ട്നേഴ്സ്. ആ സമയത്ത്, ആ റീകോൺസ്റ്റിറ്റ്യൂഷന്റെ സമയത്ത് ആരൊക്കെയാണോ നമ്മുടെ പാർട്ട്ണർഷിപ്പിൽ ഉള്ളത് ആ പാർട്ട്നേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഷെയർ ചെയ്ത് കൊടുക്കുക ചെയ്യുക. അഡ്മിഷൻ ആണെങ്കിൽ അവിടെ ഓൾഡ് പാർട്ട്നേഴ്സിനും, റിട്ടയർമെന്റ് ആണെങ്കിൽ ഓൾ പാർട്ട്നേഴ്സിനാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് എന്താ എന്നുള്ളതും അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അത് എപ്പോൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഫുൾ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ മനസ്സിലായില്ലേ. കൂടുതൽ വീഡിയോസ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.